ലോകമെമ്പാടുമുള്ള വിവിധ പാചക രീതികളിൽ സർവ്വസാധാരണയായി ഇഞ്ചി മസാലയായി ഉപയോഗിക്കുന്നു. അതുപോലെ ആയുർവേദം, പരമ്പരാഗത ചൈനീസ് മെഡിസിൻ തുടങ്ങിയ പല പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ നൂറ്റാണ്ടുകളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വിവിധ ഔഷധ ഗുണങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നതാണ് ഇഞ്ചി. ഇഞ്ചിയുടെ പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം എന്നിവയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു സുഗന്ധ വ്യഞ്ജനമായതുകൊണ്ട് തന്നെ പച്ചക്കറികൾ, മത്സ്യം, മാംസ്യം, മിഠായികൾ, സോഡ, അച്ചാറുകൾ, ലഹരി പാനീയങ്ങൾ എന്നിങ്ങനെ പലതരം ഭക്ഷ്യവസ്തുക്കൾക്കായി ഇഞ്ചി ഉപയോഗിക്കുന്നു. ഇവ പലപ്പോഴും വിനാഗിരിയിലോ ഷെറിയിലോ ഒരു ലഘുഭക്ഷണമായി അച്ചാറിടുകയോ പല വിഭവങ്ങളിൽ ഒരു ചേരുവയായോ പാകം ചെയ്യാം. ഇഞ്ചി ഔഷധ ചായ ഉണ്ടാക്കാൻ അവ തിളച്ച വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അതിൽ തേൻ ചേർക്കാം. ഇഞ്ചി മിഠായിയോ ഇഞ്ചി ബിസ്ക്കറ്റോ വൈനോ ഉണ്ടാക്കാം. ഇഞ്ചി ജ്യൂസ് പലപ്പോഴും ഇന്ത്യൻ പാചകങ്ങളിൽ താളിക്കാനായി ഉപയോഗിക്കുന്നു. മസാല ചായ ഉൾപ്പെടെയുള്ള തണുത്തതും ചൂടുള്ളതുമായ പരമ്പരാഗത ഇന്ത്യൻ പാനീയങ്ങളിലെ ഒരു ചേരുവയാണിത്. ഇഞ്ചിയും തൊലി കളഞ്ഞ വെളുത്തുള്ളി അല്ലിയും ചേർത്ത് ചതച്ചോ പൊടിച്ചോ ഇഞ്ചി മസാല പേസ്റ്റ് ഉണ്ടാക്കുന്നു. പച്ചയോ ഉണക്കിയതോ ആയ ഇഞ്ചി ചായ, കാപ്പി തുടങ്ങിയവയിൽ സുഗന്ധവ്യഞ്ജനമായി ചേർക്കാം. ദക്ഷിണേന്ത്യയിൽ പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില എന്നിവയ്ക്കൊപ്പം ഇഞ്ചി ഒരു പ്രധാന ഘടകമായി നിർമ്മിച്ച വേനൽക്കാല തൈര് പാനീയമാണ് സംഭാരം. ഗർഭിണികൾക്കോ മുലയൂട്ടുന്ന സ്ത്രീകൾക്കോ ഉള്ള ഭക്ഷണങ്ങളിൽ ഇഞ്ചിപ്പൊടി പ്രധാനമായി ഉപയോഗിക്കുന്നു. ചക്ക, നെയ്യ്, പഞ്ചസാര, ഇഞ്ചി, പരിപ്പ് എന്നിവയുടെ മിശ്രിതമായ കട്ലു എന്ന മിശ്രിതം വളരെ പ്രചാരമുള്ളതാണ്. ജപ്പാനിൽ ഇഞ്ചി അച്ചാറിട്ട് ബെനിഷോഗയും ഗരിയും എന്ന അവരുടെ പരമ്പരാഗത ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇതുകൂടാതെ ടോഫുവിലോ നൂഡിൽസിലോ ഇത് ഗ്രേറ്റ് ചെയ്യാനുള്ള അസംസ്കൃതമായും ഉപയോഗിക്കുന്നു. ഷൊഗനോ സാറ്റോ സൂക്ക് എന്ന മിഠായി അവർ ഉണ്ടാക്കുന്നു. പരമ്പരാഗത കൊറിയൻ കിമ്മിയിൽ ഇഞ്ചി ഒന്നുകിൽ നന്നായി അരിഞ്ഞ് അല്ലെങ്കിൽ നാരുകളുള്ള ഘടന ഒഴിവാക്കാൻ ജ്യൂസാക്കി പുളിക്കുന്നതിന് തൊട്ടു മുമ്പ് മസാല പേസ്റ്റിന്റെ രൂപത്തിൽ ചേരുവയിൽ ചേർക്കുന്നു. മ്യാൻമറിൽ ഇഞ്ചിയെ ജീൻ എന്നാണ് വിളിക്കുന്നത്. ഇത് പാചകത്തിലും പരമ്പരാഗത ഔഷധങ്ങളുടെ പ്രധാന ഘടകമായും വ്യാപകമായി ഉപയോഗിക്കുന്നു. പലതരം അണ്ടിപ്പരിപ്പുകളും വിത്തുകളും ഉപയോഗിച്ച് എണ്ണയിൽ സൂക്ഷിച്ചിരിക്കുന്ന കഷ്ണങ്ങളാക്കിയ ഇഞ്ചി അടങ്ങിയ ഗൈൻ തോട്ട് എന്ന സലാഡ് വിഭവം അവർ നിർമ്മിക്കുന്നു. ഇതുകൂടാതെ പാചകത്തിൽ ചേർക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അവർ തയ്യാറാക്കുന്നു. ഇന്തോനേഷ്യയിൽ ഇഞ്ചിയിൽ നിന്നും ഈന്തപ്പന പഞ്ചസാരയിൽ നിന്നും വെഡങ് ജാഹെ എന്ന ഒരു പാനീയം നിർമ്മിക്കുന്നു. ഇന്തോനേഷ്യക്കാർ പ്രാദേശിക വിഭവങ്ങളിലെല്ലാം ഒരു സാധാരണ ഘടകമായി അവരുടെ ഭാഷയിൽ ജാഹെ എന്നറിയപ്പെടുന്ന ഇഞ്ചി ഉപയോഗിക്കുന്നു. മലേഷ്യയിൽ ഇഞ്ചിയെ ഹാലി എന്നാണ് വിളിക്കുന്നത്. അത് അവിടെ പലതരം വിഭവങ്ങളിൽ മസാലയായി ചേർക്കുന്നു. ഇത് കൂടാതെ സൂപ്പിലെ ഒരു പ്രധാന ഇനമാണിത്. ഫിലിപ്പീൻസിൽ ലുയ എന്ന് വിളിപ്പേരുള്ള ഇഞ്ചി അവരുടെ പ്രാദേശിക വിഭവങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ്. ഇതുകൊണ്ട് അവർ സലാബത്ത് എന്ന ഒരു ചായ ഉണ്ടാക്കുന്നു. വിയറ്റ്നാമിൽ ഇതിന്റെ പച്ച ഇലകൾ നന്നായി അരിഞ്ഞ് ചെമ്മീൻ അല്ലെങ്കിൽ യാ സൂപ്പിൽ ഒരു മികച്ച അലങ്കാരമായും സുഗന്ധ വ്യഞ്ജനമായും ചേർക്കുന്നു. ഇത് അരിഞ്ഞ ഇഞ്ചിയേക്കാൾ വളരെ നല്ല സ്വാദും നൽകുന്നു. ചൈനയിൽ അരിഞ്ഞതോ മുഴുവനോ ആയ ഇഞ്ചി മാംസം പോലുള്ള രുചികരമായ വിഭവങ്ങളിൽ ചേർക്കുന്നു. കൂടാതെ അരിഞ്ഞ ഇഞ്ചി മാംസത്തോടൊപ്പം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നു. കാൻഡിഡ് ഇഞ്ചി ചിലപ്പോൾ ചൈനീസ് മിഠായികളുടെ ഒരു ഘടകമാണ്. ഇഞ്ചിയിൽ നിന്ന് ഹെർബൽ ടീ ഉണ്ടാക്കാം. കരീബിയൻ പ്രദേശങ്ങളിൽ ക്രിസ്തുമസ് സീസണിൽ ഉണ്ടാക്കുന്ന പാനീയമായ തവിട്ട് നിറമുള്ള പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനും ഇഞ്ചി ഒരു ജനപ്രിയ സുഗന്ധ വ്യഞ്ജനമാണ്. ജമൈക്കക്കാർ ജിഞ്ചർ ബിയർ ഒരു കാർബണേറ്റഡ് പാനീയമായി അവരുടെ വീടുകളിൽ ഫ്രഷായി ഉണ്ടാക്കുന്നു. പച്ച ഇഞ്ചിയിൽ നിന്ന് ഇഞ്ചി ചായ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രശസ്തമായ പ്രാദേശിക സ്പെഷ്യാലിറ്റി ഐറ്റമാണ് ജമൈക്കൻ ഇഞ്ചി കേക്ക്. പാശ്ചാത്യ പാചക രീതികളിൽ ഇഞ്ചി പരമ്പരാഗതമായി പ്രധാനമായും മധുരമുള്ള ഭക്ഷണങ്ങളായ ജിഞ്ചർ എൽ, ജിഞ്ചർ ബ്രെഡ്, ജിഞ്ചർ സ്നാപ്പുകൾ, പാർക്കിൻ, സ്പെക്കുലാസ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഫ്രാൻസിലെ ജനാർക്കിൻ കാൻഡിങ് എന്ന ഇഞ്ചിയുടെ രുചിയുള്ള ഒരു മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ജിഞ്ചർ വൈൻ യുണൈറ്റഡ് കിങ്ഡത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജിഞ്ചി ഫ്ലേവർ വീഞ്ഞാണ്. പരമ്പരാഗതമായി തന്നെ ഇതൊരു പച്ച ഗ്ലാസ് ബോട്ടിലാണ് വയ്ക്കുന്നത്. അവർ കാപ്പിയിലും ചായയിലും ചേർക്കുന്ന സുഗന്ധ വ്യഞ്ജനമായും ഇഞ്ചി ഉപയോഗിക്കുന്നു. ഗ്രീസിലെ കോർഫു ദ്വീപിൽ ഇതിൽ നിന്ന് ഒരു പരമ്പരാഗത പാനീയം നിർമ്മിക്കുന്നു. ഇതൊരു തരം ജിഞ്ചർ ബിയർ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അയോണിയൻ ദ്വീപുകളുടെ കാലഘട്ടത്തിൽ കോർഫുവിലെയും മറ്റ് അയോണിയൽ ദ്വീപുകളിലെയും ആൾക്കാർ ബ്രിട്ടീഷുകാരിൽ നിന്നും ഈ പാനീയം സ്വീകരിച്ചിരുന്നു. അറബിയിൽ ഇഞ്ചിയെ സഞ്ചാബിൽ എന്നും വിളിക്കുന്നു. മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങളിൽ ഇഞ്ചിപ്പൊടി കാപ്പിയിൽ സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നു. ഉണക്കിപ്പൊടിച്ച ഇഞ്ചി സാധാരണയായി ജിഞ്ചർ ബ്രെഡ്, കുക്കികൾ, കേക്കുകൾ, ജിഞ്ചർ എൽ, ജിഞ്ചർ ബിയർ തുടങ്ങിയ പാചകങ്ങൾക്ക് സുഗന്ധത്തിനായി ചേർക്കുന്നു. യുകെയിൽ സ്റ്റെം ഇഞ്ചി എന്നറിയപ്പെടുന്ന കാൻഡിഡ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് എന്നൊരു വിഭവം പ്രചാരത്തിലുണ്ട്. ഇത് പഞ്ചസാരയിൽ പാകം ചെയ്ത് എടുക്കുന്ന ഒരുതരം മിഠായിയാണ്.
ഇറാൻ വിഭവങ്ങളിലും ഇഞ്ചി വ്യാപകമായി ഉപയോഗിക്കുന്നു. നൗറൂസ് എന്ന അവരുടെ പുതുവർഷ ആഘോഷ സമയത്ത് ഗോഡ്ഗൻ നഗരത്തിൽ പരമ്പരാഗതമായി തയ്യാറാക്കുന്ന ഒരു തരം കുക്കിയാണ് ജിഞ്ചർ ബ്രെഡ്. ഇതുകൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായി ഭക്ഷ്യ ഉപയോഗമുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഇഞ്ചി. പച്ച ഇഞ്ചി തൊലി കളഞ്ഞ് അരിഞ്ഞ് സാധാരണയായി സ്റ്റിർ ഫ്രൈകൾ, കറികൾ, സൂപ്പ്, പായസം, മാരിനേഡുകൾ, സാലഡ് ഡ്രസ്സിങ്ങുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഉണങ്ങിയ ഇഞ്ചി പൊടിച്ചെടുത്ത് ബേക്കിങ്ങിൽ ജിഞ്ചർ ബ്രെഡ്, കുക്കികൾ, കേക്കുകൾ, മറ്റു മധുരപലഹാരങ്ങൾ എന്നിവയിൽ സുഗന്ധവ്യഞ്ജനമായി ചേർക്കുന്നു. ചൈനീസ്, തായ്, ഇന്ത്യ, ജപ്പാൻ എന്നിവയുൾപ്പെടെ പല ഏഷ്യൻ പാചക രീതികളിലും ഇഞ്ചി വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. ജപ്പാനീസ് പാചക രീതികളിൽ പ്രമുഖമായി സുഷി എന്ന സമുദ്ര വിഭവത്തിൽ രുചിക്കായി ഇഞ്ചി ചേർക്കുന്നു. ബർമയിൽ ഇഞ്ചി എണ്ണയിൽ കഷ്ണങ്ങളാക്കിയിട്ട് കുറെ നാളുകൾക്ക് ശേഷം വിവിധ തരം പരിപ്പുകളും വിത്തുകളും അടങ്ങിയ ഗ്രൈൻതോ എന്ന സലാഡ് നിർമ്മിക്കുന്നു. ഐവറി കോസ്റ്റിൽ ഇഞ്ചി പൊടിച്ച് ഓറഞ്ച്, പൈനാപ്പിൾ, നാരങ്ങ എന്നിവ ചേർത്ത് ന്യൂ മാംഗോ എന്ന ജ്യൂസ് തയ്യാറാക്കുന്നു. ഭക്ഷണത്തിന്റെ രുചി കൂട്ടാനായി ഇഞ്ചി ഉപയോഗിക്കുന്നതോടൊപ്പം ഇഞ്ചിയുടെ എണ്ണ സുഗന്ധദ്രവ്യങ്ങൾക്കും മരുന്നിനും ഉപയോഗിക്കാം. ഇഞ്ചി വൈവിധ്യമാർന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ രുചിയും മധുരവുമുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങളിൽ ഇത് ചേർക്കാം. ഇഞ്ചിയുടെ ഔഷധ ഉപയോഗത്തിന്റെ ആദ്യകാല രേഖകൾ BC 500 മുതലാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ അതിനു മുൻപ് പ്രാചീനകാലം മുതൽ തന്നെ പരമ്പരാഗത വൈദ്യത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന അസ്ഥിര എണ്ണയിൽ നിന്നാണ് അതിന്റെ സവിശേഷ സുഗന്ധമുണ്ടാകുന്നത്. ബീറ്റ ബീസാബോലിൻ, സിങ്കിബെറിൻ, സിംഗറോൺ, ഷോഗോൾഡ്, ജിഞ്ചറോളുകൾ തുടങ്ങി ഏകദേശം 400ഓളം രാസസംയുക്തങ്ങൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇത് ഉണങ്ങുമ്പോൾ ജിഞ്ചറോളിൽ നിന്ന് സിംഗറോൺ ഉൽപ്പാദിപ്പിക്കുന്നു. കുറഞ്ഞ തീവ്രതയും മസാല ഗുണവുമുള്ള സുഗന്ധവും അതിനുണ്ട്. ഷോഗോളുകൾ കൂടുതൽ തീവ്രതയുള്ളവയാണ്. ചൂടാവുമ്പോഴോ സംഭരണിയിലോ ആസിഡിറ്റി വഴിയോ ജിഞ്ചറോളിൽ നിന്ന് ഇവ രൂപം കൊള്ളുന്നു. നിരവധി മോണോടെർപീനുകൾ, അമിനോ ആസിഡുകൾ, ഡയറ്റി ഫൈബർ, പ്രോട്ടീൻ, ഫൈറ്റോസ്റ്റിറോളുകൾ, വൈറ്റമിനുകൾ, ഭക്ഷണധാതുക്കൾ, മറ്റു സംയുക്തങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. പച്ച ഇഞ്ചിയിൽ ജിഞ്ചിബെയിൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് സിസ്റ്റൈൻ പ്രോട്ടീസ് ആണ്. കൂടാതെ റെനൈറ്റിന് സമാനമായ ഗുണവും ഇതിനുണ്ട്. കൂടാതെ ഇതിൽ മിതമായ അളവിൽ വൈറ്റമിൻ B6, മഗ്നീഷ്യം, മാംഗനീസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രക്രിയ വേഗത്തിലാക്കാനും നിങ്ങളുടെ വയർ വേഗത്തിൽ ശൂന്യമാക്കാനും ഇഞ്ചിയുടെ പ്രവർത്തനം സഹായിക്കുന്നു. ദഹനക്കേട്, അൾസർ, മലബന്ധം, IBS തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ അവരുടെ പതിവ് ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയാൽ ഫലം ലഭിക്കുന്നതാണ്. ഇഞ്ചി കഴിക്കുന്നവർക്ക് അത് കഴിക്കാത്തവരെക്കാൾ എളുപ്പത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഇത് ദഹനനാളത്തിലെ ചലനം വർദ്ധിപ്പിക്കുകയും നാം കഴിക്കുന്ന ഭക്ഷണങ്ങളെ ദഹിപ്പിക്കാൻ കഴിയുന്ന ആരോഗ്യകരമായ എൻസൈമുകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇഞ്ചിയിൽ കാണപ്പെടുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങളായ ജിഞ്ചറോൾ അതിന്റെ ആന്റി മൈക്രോബയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളാൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതുകൂടാതെ ഇഞ്ചിയിൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ആന്റി ഇൻഫ്ലമേറ്ററിയും അടങ്ങിയിട്ടുണ്ട്. ഈ ഗുണങ്ങളുടെ സംയോജനത്തിന് ധാരാളം സവിശേഷതകളുണ്ട്. ഇത് ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങൾ മെച്ചപ്പെടുത്തി ചുമ, പനി മുതലായവ കുറയ്ക്കുന്നു. അണുബാധകളെ ചെറുത്ത് തലവേദനയും ജലദോഷവും പനിയുമായി ബന്ധപ്പെട്ട മറ്റു ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നു. ഇഞ്ചിയുടെ ഏറ്റവും അറിയപ്പെടുന്ന ആരോഗ്യ ഗുണങ്ങളിൽ ഒന്നാണ് ഓക്കാനം ഒഴിവാക്കാനുള്ള കഴിവ്. ചലനരോഗം, മൈഗ്രെയിൻ, പ്രഭാത അസുഖങ്ങൾ അല്ലെങ്കിൽ വയറ്റിലെ പൊതുവായ പ്രശ്നങ്ങൾ എന്നിവയിൽപ്പെട്ട ഏത് രോഗമായാലും ഇത് വയറുവേദനയെ ശാന്തമാക്കാൻ സഹായിക്കും. വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ കാരണം മികച്ച ദഹനം നൽകി ശരീരത്തെ ശാന്തമാക്കി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ പുറത്തുവിക്കുന്നു. ജിഞ്ചറോളിന്റെ ചില ഗുണങ്ങൾ ചില അർബുദങ്ങളെ തടയുമെന്നും ഇഞ്ചിയെക്കുറിച്ചുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമല്ലെങ്കിലും ഇതിന്റെ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശരീരത്തെ രക്ഷിക്കാൻ സഹായിക്കുന്നു. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ഓക്കാനം, വേദന എന്നിവയുടെ ലക്ഷണം കുറയ്ക്കുന്നതിനുള്ള ഒരു സുരക്ഷിതമായ ഓപ്ഷൻ കൂടിയാണ് ഇഞ്ചി. നിങ്ങൾ കീമോതെറാപ്പിക്ക് വിധേയമാകുമ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇഞ്ചി ചേർക്കുന്നത് ഓക്കാനം അല്ലെങ്കിൽ തലകറക്കം എന്നിവയെ ചെറുക്കാൻ സഹായിക്കുന്നു. പ്രകൃതിദത്തമായ വേദന സംഹാരിയാണ് ഇഞ്ചി. ഇത് ഓവർ ദി കൗണ്ടർ വേദന മരുന്നുകൾക്ക് ഒരു മികച്ച പകരക്കാരനാണ്. ജിഞ്ചറോൾ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയി പ്രവർത്തിക്കുകയും വേദനയ്ക്ക് കാരണമാകുന്ന ശരീരത്തിലെ സംയുക്തങ്ങളെ ഇല്ലാതാക്കാനും പ്രവർത്തിക്കുന്നു. ഇഞ്ചിയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സന്ധിവേദനയുമായി ബന്ധപ്പെട്ട വേദന കുറയ്ക്കുകയും സന്ധികളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സന്ധിവാത ബാധിതർക്ക് അവരുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് പലപ്പോഴും ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഇഞ്ചി അതിനൊരു സ്വാഭാവിക ബദലാണ്. ആന്റി ഓക്സിഡന്റുകളാൽ വർദ്ധിച്ച രക്തചംക്രമണവും ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ എന്നിവയും മൂലം ഇഞ്ചി നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ആന്റി ഓക്സിഡന്റുകൾ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുകയും കൊളാജന്റെ നഷ്ടത്തെ മന്ദഗതിയിലാക്കി ചർമ്മത്തെ ചെറുപ്പവും മൃദുവുമാക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടികൾ മുഖക്കുരുവിന് നല്ല ഒരു ഔഷധമാണ്. അസംസ്കൃത ഇഞ്ചി ഉപയോഗിച്ച് മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകളും ഒഴിവാക്കാൻ കഴിയും.
ഇഞ്ചിയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മ പ്രകോപനത്തിനും ഒരു ഔഷധമാണ്. ഇഞ്ചി കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇഞ്ചി ഇൻസുലിന്റെ അളവ് നിയന്ത്രിക്കുകയും മെറ്റാബോളിസത്തെ വർദ്ധിപ്പിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മെറ്റാബോളിസത്തിന് ഉത്തേജനം നൽകി അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാൻ പൂർണ്ണത അനുഭവപ്പെടുകയും ചെയ്യുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ ഇഞ്ചി സഹായിക്കും. ഇത് ഒരു പരിഹാരമല്ലെങ്കിലും മറ്റു ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുമായി സംയോജിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഫലങ്ങൾക്ക് ഏറെ സഹായകമാകും. ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിനും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറച്ച് ഇഞ്ചി ഹൃദ്രോഗത്തെ തടയുന്നു. ഇഞ്ചി രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയത്തെ മികച്ച പ്രകടനത്തിൽ നിലനിർത്താൻ സഹായിക്കും. അതുപോലെ കൊളസ്ട്രോളിനെ പിത്തരസം ആസിഡുകളാക്കി മാറ്റുകയും പിത്തരസം പുറന്തള്ളുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കൊളസ്ട്രോൾ കുറയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിട്ടുമാറാത്ത വീക്കം കാലക്രമേണ നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുകയും അത് ഓർമ്മശക്തി കുറയാൻ കാരണമാവുകയും ചെയ്യും. ഇത് വൈജ്ഞാനിക സാഹചര്യങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗം എന്നിവയിൽ കലാശിച്ചേക്കാം. ഇഞ്ചി വീക്കം കുറയ്ക്കുകയും ശക്തമായ ഓക്സിഡന്റുകൾ കാരണം തലച്ചോറിനെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. മെമ്മറി, ഫോക്കസ്, പ്രതികരണ സമയം എന്നിവയ്ക്ക് ഉത്തരവാദികളായ മസ്തിഷ്കത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മെമ്മറി പവർ വർദ്ധിക്കുന്നു. വിഷാദം, ഉത്കണ്ഠ മുതലായ അവസ്ഥകളെ ചെറുക്കാൻ സഹായിക്കുന്നതിന് ഇഞ്ചി ഡോപ്പാമൈൻ, സെറോട്ടോണിൻ എന്നിവ പുറത്തുവിടുന്നു. ക്രോഫോർഡും ഓഡലും 2005 റിപ്പോർട്ട് ചെയ്തത് വളരെ കാലം മുൻപ് തന്നെ ചരിത്രപരമായി ഇഞ്ചി ദഹനത്തെ സഹായിച്ചു എന്നാണ്. പുരാതന ഗ്രീക്കുകാർ പോലും അത്താഴത്തിന് ശേഷമുള്ള ദഹനത്തിനായി ബ്രെഡിൽ പൊതിഞ്ഞ് ഇത് കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ജിഞ്ചർ ബ്രെഡ് സൃഷ്ടിക്കുന്നതിലേക്ക് എത്തിയത്. ഇംഗ്ലീഷുകാർ ആമാശയ രോഗം ശമിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ജിഞ്ചർ ബിയർ വികസിപ്പിച്ചെടുത്തത്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും ഇഞ്ചി സഹായിക്കുമെന്നാണ്. പ്രമേഹമുള്ളവർക്കും അല്ലെങ്കിൽ ഈ അവസ്ഥ കൂടാൻ സാധ്യതയുള്ളവർക്കും ഇത് ഗുണം ചെയ്യും. എന്നിരുന്നാലും പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിൽ ഇഞ്ചിയുടെ പങ്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഗർഭകാലത്തെ ഓക്കാനം, ഛർദി എന്നിവ ഒഴിവാക്കാൻ ഇഞ്ചി നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നു. പല ഗർഭിണികളും ഇഞ്ചി ചായയോ ഇഞ്ചി മിഠായികളോ മറ്റ് ഇഞ്ചി സപ്ലിമെന്റുകളോ കഴിച്ച് ഈ രോഗത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്നു. എങ്കിലും ഗർഭകാലത്ത് ഇഞ്ചി ഒരു പ്രതിവിധിയായി ഉപയോഗിക്കുന്നതിന് മുമ്പേ ഗർഭിണികൾ അവരുടെ ആരോഗ്യ പരിരക്ഷാ ദാതാവിനെ സമീപിക്കേണ്ടതാണ്. ഉമിനീർ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു സിയാലോഗോഗ് പ്രവർത്തനവും ഇഞ്ചിക്കുണ്ട്. കടൽക്ഷോഭം മൂലം സമുദ്രയാത്രികൾക്കുണ്ടാകുന്ന ഛർദിൽ തടയാനും ഇഞ്ചി സഹായിക്കും. പാനീയങ്ങൾ നിർമ്മിക്കുന്നതോ വിൽക്കുന്നതോ ആയ രാജ്യങ്ങളിൽ തലമുറകളായി ജിഞ്ചർ എല്ലും ജിഞ്ചർ ബിയറും നിർമ്മിച്ച് ഉപയോഗിച്ചു വരുന്നു. ദഹനത്തെ സഹായിക്കുന്നതിന് ഇഞ്ചി ഉപയോഗപ്രദമാണെന്നുള്ള നിരവധി ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ആന്റി ബാക്ടീരിയൽ എന്ന നിലയിൽ ഗുണം ചെയ്യുന്ന ഇത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ബാക്ടീരിയകളെ കൊല്ലാതെ തന്നെ മനുഷ്യന്റെ വയറ്റിലെ ദോഷകരമായ ബാക്ടീരിയകളെ ചെറുക്കുമെന്ന് പറയുന്നു. മത്സ്യ വിഷബാധയ്ക്കുള്ള മറുമരുന്നായി ജപ്പാൻകാർ പരമ്പരാഗതമായി ഇഞ്ചി ഉപയോഗിച്ചു വരുന്നു. ഇഞ്ചിയുടെ മെഡിക്കൽ രൂപത്തെ ചരിത്രപരമായി ജമൈക്കൻ ഇഞ്ചി എന്നാണ് വിളിച്ചിരുന്നത്. ഇത് ഒരു ഉത്തേജകവും കാർബണേറ്റുമായി തരംതിരിച്ചിട്ടുണ്ട്. കൂടാതെ ഡിസ്പെപ്സിയയ്ക്കും കോളിക്കിനും ഇത് പതിവായി ഉപയോഗിക്കുന്നു. അതുപോലെ മരുന്നുകളുടെ അരുചി മറയ്ക്കാനും ഇത് കഴിക്കുന്നു. ഇഞ്ചിയിൽ നിന്നുണ്ടാക്കുന്ന ചായ ജലദോഷത്തിനുള്ള ഒരു നാടോടി പ്രതിവിധിയാണ്. US-ൽ മലബന്ധം ഒഴിവാക്കാൻ ഇഞ്ചി വെള്ളം സാധാരണയായി ഉപയോഗിക്കുന്നു. ചൈനയിൽ മധുരമുള്ള വെള്ളത്തിലോ കോളയിലോ പാകം ചെയ്ത ഇഞ്ചി അരിഞ്ഞിട്ട പാനീയം ജലദോഷത്തിനുള്ള നാടോടി വൈദ്യമായി കണക്കാക്കുന്നു. ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത വളരെ നിർണായകമായ ഔഷധമാണ് ഇഞ്ചി. ആരോഗ്യവും നമ്മുടെ ക്ഷേമവും സമൃദ്ധമായി പ്രോത്സാഹിപ്പിക്കുന്നതിന് പച്ച ഇഞ്ചി, ഇഞ്ചിച്ചായ, ഇഞ്ചിപ്പൊടി, ഇഞ്ചി ചേർത്ത എണ്ണകൾ എന്നിവ ഉൾപ്പെടെ വിവിധ രൂപത്തിൽ ഇത് ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ ഇഞ്ചി ഒരു ശക്തമായ വിഷാംശമില്ലാതാക്കുന്ന സസ്യമായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ ചൂടും ഉത്തേജക ഗുണങ്ങളും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്ത് ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കുന്നു. ഇഞ്ചിയുടെ പതിവ് ഉപയോഗം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തുന്നത് ഉപാപചയ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും മൊത്തത്തിലുള്ള വിഷാംശം ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ഇഞ്ചി ശ്വസനാരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നും ആയുർവേദം പറയുന്നു. ചുമ, ജലദോഷം, ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അവസ്ഥകൾ ലഘൂകരിക്കാൻ ഇഞ്ചി ഉപയോഗിക്കുന്നു. ഇതിന്റെ എക്സ്പെക്ടറന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശ്വാസകോശ തടസ്സം ഒഴിവാക്കി അതിന്റെ ലഘുലേഖകളിൽ നിന്നും കഫം നീക്കം ചെയ്യാനും കഫം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി മൈക്രോബയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളും പല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും ആയുർവേദം പറയുന്നു. ദഹനസഹായി, വിശപ്പ് ഉത്തേജിപ്പിക്കൽ, ആന്റി ഇൻഫ്ലമേറ്ററി, ഇമ്മ്യൂൺ ബൂസ്റ്റർ, ഓക്കാനം ലഘൂകരിക്കൽ, ഹൃദയാരോഗ്യം ഇവയൊക്കെ ആയുർവേദ ചികിത്സാ രീതിയിലും ഊന്നിപ്പറയുന്നുണ്ട്. എങ്കിലും ചികിത്സാ ആവശ്യത്തിന് ഇഞ്ചി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ആയുർവേദ വിദഗ്ധന്റെ ഉപദേശം തേടേണ്ടതാണ്. ഇനി ഇതിന്റെ പ്രതിപ്രവർത്തനങ്ങളും വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്.
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ സുരക്ഷിതമായി അംഗീകരിക്കപ്പെട്ട പട്ടികയിലാണ് ഇഞ്ചി. ഇതവർ സുരക്ഷിതമാണെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും രോഗത്തിന്റെ ചികിത്സയ്ക്ക് അവർ ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത് അനിയന്ത്രിതമായി ഡയറ്ററി സപ്ലിമെന്റ് ആയി വിൽക്കുകയും ചെയ്യുന്നു. രക്തം കട്ടി കുറയ്ക്കുന്ന വാർഫറിൻ പോലുള്ള ചില മരുന്നുകളുമായി ഇഞ്ചി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ടെട്രാസൈക്ലിൻ, ഡിഗോക്ലിൻ, ഫിനോത്തിയാസൈൻസ്, സൾഫ മരുന്നുകൾ എന്നിവയുടെ ആഗിരണത്തെയും ഇഞ്ചി തടസ്സപ്പെടുത്തിയേക്കാം. പിത്തസഞ്ചിയിൽ നിന്നും പിത്തരസം പുറന്തള്ളാൻ സസ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ പിത്തസഞ്ചിയിൽ കല്ല് ബാധിച്ചവർക്ക് ഇത് വിപരീത ഫലം സൃഷ്ടിച്ചേക്കാം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉയർന്ന അളവിൽ ഇഞ്ചി കഴിക്കുന്നത് ഗർഭം അലസലിന് കാരണമാവാം എന്നാണ്. അതിനാൽ ഗർഭിണികൾക്ക് ഇത് ശുപാർശ ചെയ്യുന്നില്ലെങ്കിലും 6 ഗ്രാമിൽ കൂടുതലുള്ള ഡോസുകൾ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ അൾസറിനും വരെ കാരണമാകാം. ഇഞ്ചിയോടുള്ള അലർജി പ്രതിപ്രവർത്തനങ്ങൾ പൊതുവെ തുണങ്ങ് ഉണ്ടാക്കുന്നു. ഇഞ്ചി സുരക്ഷിതമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലരിൽ ഇഞ്ചിയുടെ പ്രതിപ്രവർത്തനം നെഞ്ചരിച്ചിൽ, വയറിളക്കം, ഗ്യാസ്, ഓക്കാനം എന്നിവയ്ക്ക് കാരണമാകും. പ്രത്യേകിച്ച് പൊടിച്ച ഇഞ്ചി. ചവയ്ക്കാത്ത പച്ച ഇഞ്ചി കുടൽ തടസ്സത്തിന് കാരണമായേക്കാം. അൾസർ, കോശജ്വലനം, മലവിസർജനം അല്ലെങ്കിൽ കുടൽ രോഗങ്ങളുള്ള വ്യക്തികൾ വലിയ അളവിൽ ഇഞ്ചിയോട് മോശമായി പ്രതികരിച്ചേക്കാം. ചിലരിൽ രക്തസമ്മർദ്ദം, രക്തം കട്ടപിടിക്കൽ, ഹൃദയമിടിപ്പ് എന്നിവയിൽ ഇഞ്ചി ബാധിച്ചേക്കാം എന്നും പറയുന്നുണ്ട്. ചെറിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ ഇഞ്ചിക്ക് പ്രതികൂല പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ല. മരുന്നായി വലിയ അളവിൽ കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞത്. ആരോഗ്യം നിലനിർത്തുന്നതിനും വിവിധ രോഗങ്ങൾ ചികിത്സിക്കുന്നതിനും അത്യന്താപേക്ഷിതമായ സസ്യമായി ഇഞ്ചി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള വൈവിധ്യമാർന്ന ഒരു സസ്യമാണിത്. ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ ഒരു സപ്ലിമെന്റായി ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യക്ഷേമത്തെ വർദ്ധിപ്പിക്കും. എന്നിരുന്നാലും ഔഷധാവശ്യത്തിനായി ഇഞ്ചി ഉപയോഗിക്കുന്നതിന് മുൻപേ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടി ആലോചിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഓരോ ചെടിയെക്കുറിച്ചുമുള്ള ഞങ്ങളുടെ പഠനങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പല എപ്പിസോഡുകളിലായി അതിന്റെ പരമാവധി തലങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. സർവ്വസാധാരണമായി നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമായതുകൊണ്ടാണ് ഇഞ്ചിയെക്കുറിച്ചുള്ള വിശദമായ ഞങ്ങളുടെ പഠനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സാപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഇഞ്ചിയുടെ ഭക്ഷ്യ ഉപയോഗം, വൈദ്യ ഉപയോഗം തുടങ്ങിയവ ഉൾപ്പെട്ടിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.